ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പറക്കാട്ട് ജുവൽസിൻ്റെ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ 1,00,000 രൂപ വില മതിക്കുന്ന ഒരു ഫുൾ ഡയമണ്ട് പാറ്റേൺ ബ്രൈഡൽ സെറ്റാണ്. നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് ചോക്കർ നെക്ലേസ് പരിചയപ്പെടാം. ഇതിന് വരുന്ന ഒരു ഏകദേശം വില എന്ന് പറയുന്നത് ഒരു 11,000 രൂപയൊക്കെയാണ് കേട്ടോ വില വരുന്നത്. ഫുള്ള് വൈറ്റ് സ്റ്റോൺസിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ റൂബി കളറോ അല്ലെങ്കിൽ കളേഴ്സ് നമുക്ക് ഏതിൽ വേണമെങ്കിലും മിക്സ് ചെയ്ത് ചെയ്യാം കേട്ടോ. ഞാൻ അതേക്കുറിച്ച് ഓരോന്നിനും എടുത്ത് പറയുന്നില്ല. ഏതിൽ വേണമെങ്കിലും നമുക്ക് റൂബി കളർ അല്ലെങ്കിൽ നമ്മളുടെ എമറാൾഡ് കളർ അങ്ങനെ എന്ത് വേണമെങ്കിലും കളേഴ്സും നമുക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത് ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് നമ്മൾക്കൊരു ലെയർ മാലയില്ലാതെ അല്ലെങ്കിൽ ഒരു ഹാരം പോലെ ഒരു മാലയില്ലാതെ ഒരു ബ്രൈഡൽ കുട്ടിക്ക് ഒരുങ്ങാനായിട്ട് തോന്നില്ല. അങ്ങനെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇത് വരുന്നത് ഒരു ഏകദേശം 7,000-8,000 ഒക്കെ റേഞ്ചിൽ വരുന്ന ഒരു 7 പവൻ പൊലിമ വരുന്ന ഒരു നെക്ലേസാണ്. ഇതൊരു സിമ്പിൾ സാരി നെക്ലേസ് എന്നൊക്കെ പറയുന്ന പോലെ അല്പം കനമെല്ലാം കുറഞ്ഞിട്ട് സിമ്പിളായിട്ടുള്ള നമുക്ക് നോർമൽ ഒക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു സാരി മാലയാണ്. അത് ഫുള്ളായിട്ട് വൈറ്റ് സ്റ്റോണിൽ തന്നെ വരുന്നത്. ഇതിന് ഏകദേശം ഒരു 7,000-8,000 ഒക്കെ റേഞ്ചിൽ തന്നെ വരുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ നെക്ലേസ് ഇത് നോക്കിയാൽ തീരെ പൊടിയായിട്ടുള്ള മാംഗോ നെക്ലേസാണ്. ഇതിന് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡയമണ്ട് പാറ്റേൺ വർക്കാണ്. ഇതിൻ്റെ ഷോർട്ട് നെക്ലേസും ഏത് കളറിൽ വേണമെങ്കിലും ലഭ്യവുമാണ് കേട്ടോ. ഇത് ശരിക്കും വരുന്ന ഒരു 11,000 രൂപയൊക്കെ വരുന്ന ഒരു 7-8 പവൻ തന്നെ വെയിറ്റ് വരുന്ന ഒരു നെക്ലേസാണ്. അതേപോലെ തന്നെ ഈ മാംഗോ നെക്ലേസ് ആണെങ്കിൽ അല്പം ട്രഡീഷണൽ സ്റ്റൈല് എന്നാൽ ഡയമണ്ട് പാറ്റേൺ തന്നെ ഇത്ര ഫ്ലോറൽ പാറ്റേണും ഒക്കെ കൂടിയായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഫുൾ വൈറ്റ് സ്റ്റോണിൽ വരുന്നതാണ്. ഇതിൻ്റെ തന്നെ മൾട്ടി കളേഴ്സ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ഒരു അരപ്പട്ട വിത്ത് ഉർവശി ചെയിനിൽ നിറയെ വൈറ്റ് സ്റ്റോൺസ് ഉള്ള ഒരു അരപ്പട്ടയുണ്ട്. അതേപോലെ തന്നെ ഇതിനൊരു വേറൊരു അരപ്പട്ടയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് രണ്ടും നമുക്ക് 2-in-1 ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഹിപ്പ് ചെയിൻ ആയിട്ട് നമ്മളുടെ ആഘോഷവേളകളിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് പിന്നീട് ഇതിനെ നമ്മൾക്ക് നമ്മുടെ നെക്ലേസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആക്ച്വലി ഇത് നെക്ലേസ് എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ നമ്മൾ 2 കയ്യിലിടാനായിട്ട് ഡയമണ്ട് പാറ്റേണിൽ തന്നെയുള്ള ബാംഗിൾസ് ഉണ്ട്. ഇത് അല്പം വീതി കൂടിയ 2 ഡയമണ്ട് പാറ്റേൺ ബാംഗിൾസ് ഒരു 3,500 ഒക്കെ റേഞ്ചിൽ വരുന്ന 4 പവനിൽ താഴെ നിൽക്കുന്ന പൊലിമയുള്ള ബാംഗിൾസാണ്. ഇതൊക്കെ ഏകദേശം ഒരു പവൻ വരുന്ന രീതിയിലുള്ള 2 ബാംഗിൾസ് ഉണ്ട്. സെൻറ്ററിലായിട്ട് ഒരു 2 പവൻ്റെ വീതിയൊക്കെ വരുന്ന ഡയമണ്ട് പാറ്റേൺ തന്നെ ബാംഗിളാണ്. ഇനി നമുക്ക് അടുത്ത കയ്യിലെ ബാംഗിൾ അത് ആണെങ്കിലും ഒരു 4 പവനൊക്കെ പൊലിമ വരുന്ന ഒരു 4,000 ഒക്കെ റേഞ്ചിൽ വരുന്ന ബാംഗിൾസാണ് ഇത് രണ്ടും. ഇത് നേരത്തെ പോലെ തന്നെ ഓരോ പവൻ പൊലിമ വരുന്ന ബാംഗിൾസ്, സെൻറ്ററിൽ വരുന്ന ഒരു 3 പവനൊക്കെ വീതിയിൽ വരുന്ന ബാംഗിൾസ് ആണ് വരുന്നത്. അപ്പം ഇത് നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ചോക്കർ മാത്രമായിട്ട് വേണമെങ്കിലും എടുക്കാം. ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ ഉള്ള രീതിയിൽ ഇനി ലെയർ മാലയും ചോക്കറും കൂടി ആയിട്ടോ അങ്ങനെയോ അല്ലെ ഒരു 2-3 നെക്ലേസൊക്കെ ആയിട്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഒക്കെ ഒരു കോസ്റ്റ്യൂമിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഫുൾ ബ്രൈഡൽ ഹിന്ദു ബ്രൈഡലിലേക്ക് ആ ഒരു രീതിയിലും ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെല്ലാം ചേരുന്ന രീതിയിലേക്ക് ഒരു സ്റ്റഡ് അല്പം ഹാങ്ങിങ് ഒക്കെ ഉള്ള ഒരു സ്റ്റഡാണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 നല്ല ഡയമണ്ട് പാറ്റേണിലുള്ള 2 റിങ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഏകദേശം വരുന്ന ഒരു 80-85 ഗ്രാമാണ്, 85 പവനാണ് ഇതിനൊരു വെയിറ്റ് വരിക. ഗോൾഡിലാണെങ്കിൽ അത്രയും വെയിറ്റ് വരുന്ന ഒരു ഇതാണ്. നമുക്ക് ഇതിൻ്റെ ശരിക്കും ഇതിന് വരുന്നത് നമ്മളുടെ പറക്കാട്ട് ജുവലറിയുടെ ആകുമ്പോൾ നമുക്കൊരു 1 ലാഖിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ഇത് വരുന്നത്. ഈ ഒരു ഫുൾ സെറ്റ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ചുട്ടിയും ഉണ്ട് കേട്ടോ. സ്റ്റോൺ തന്നെ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ചുട്ടിയുണ്ട്. ഇന്നത്തെ നമ്മുടെ ഷൂട്ട് നടക്കുന്നത് പറക്കാട്ട് ജുവൽസിൻ്റെ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. അപ്പോൾ ഇവിടെ ആക്സിഡൻ്റലായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മളുടെ ബിഹൈൻഡ് വുഡ്സിൻ്റെ ഷൂട്ട്. ഇവിടെ നമ്മളുടെ 3rd ഫ്ലോറിൽ സ്റ്റുഡിയോ ഫ്ലോർ ഉണ്ട്. അവിടെ ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ ഉണ്ട്. ഇൻ്റർവ്യൂസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ പെട്ടെന്നാണ് സർപ്രൈസിങ് ആയിട്ട് ഇവിടെ ഇന്നത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് അനൂപ് മേനോൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ വേറൊരു ഗസ്റ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആരാന്ന് എനിക്കറിയില്ലായിരുന്നു. പെട്ടെന്നാണ് ശ്രുതി രജനീകാന്ത് കടന്നു വരുന്നത്. അപ്പോൾ വന്ന് കെട്ടിപ്പിടിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന ആൾ
ഇയാളാണ് ഗസ്റ്റ് എന്നുള്ളത്. ആൾ നമ്മളുടെ മോഡൽ ഷൂട്ടൊക്കെ ഒത്തിരി ചെയ്തേക്കുന്നതാണ്. എനിക്ക് നല്ല അടുപ്പമുള്ള കുട്ടിയാണ്. നല്ല മോളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ. അപ്പം ആളെ കണ്ടതിലും ഒത്തിരി സന്തോഷം. പിന്നെ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ജ്വല്ലറിയിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും സ്റ്റോൺ വർക്ക് വരുന്ന ജ്വല്ലറി നമ്മൾ ഗോൾഡിൽ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾക്ക് വളരെയധികം മേക്കിംഗ് ചാർജ്. ഇനി ഡയമണ്ടിലാണെങ്കിൽ നമ്മളിപ്പോൾ ഇതൊരു 86 പവനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ 86 പവൻ തൂക്കം വരുന്ന ഒരു ഓർണമെൻ്റ് എടുക്കണം. ശരിക്കും നമ്മൾ ഏകദേശം അത്രയും ഗോൾഡിൻ്റെ തന്നെ ഒരു റേറ്റും കൂടെ നമ്മൾ ഈ ആഭരണത്തിന് കൊടുക്കേണ്ടി വരും ഡയമണ്ടിലാണ് ചെയ്യുന്നതെങ്കിൽ. ഇനി അല്ല നമ്മളത് വൈറ്റ് AD സ്റ്റോണിലാണ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾക്ക് ഏകദേശം ഒരു 25% നമ്മളുടെ സ്വർണത്തിന് വരുന്ന വിലയുടെ ഒരു 25% എങ്കിലും നമ്മൾ മുടക്കാതെ നമ്മൾക്ക് ഇതൊരു വൈറ്റ് AD സ്റ്റോണിൽ പോലും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം അത്രയും കാശ് മുടക്കി നമ്മൾ ഗോൾഡിലേക്ക് പോകണോ, ഒരു ആഘോഷവേളകളിൽ മാത്രം അണിയാനുള്ള ഒരു ആവശ്യത്തിന് നമ്മൾക്ക് ഇതേപോലുള്ള സ്വർണത്തിൽ ഉപയോഗിക്കുന്ന അതേ സ്റ്റോൺസ് വെച്ച് ചെയ്യുന്ന പറക്കാട്ടിൻ്റെ 1 ഗ്രാം തങ്കാഭരണങ്ങളെക്കുറിച്ചും നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളുടെ പറക്കാട്ട് ജുവൽസിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.